ഇത് കുറേ നേരമായാലും എന്നെ പിടിച്ചിരുത്തിയേക്കണത്. എനിക്കിത് എവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കണേ, വാങ്ങണുണ്ടായത്. അമ്മായി എവിടെ ഇരിക്കും? അമ്മായി എത്ര നാളായി കണ്ടിട്ട് ഇത്ര ധൃതി? എന്നെ പറ്റിക്കാനല്ലേ ഈ കള്ളി എന്നെ ഇവിടെ ഇരുത്തിയേക്കണത്. ഓ പിന്നെ അമ്മായിനെ ഞാൻ അതിനെ എപ്പോഴാ പറ്റിച്ചിട്ടുള്ളത്? പണ്ടത്തെ പോലെയല്ല, നീ അച്ചാമ്മനെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഭയങ്കര ബുദ്ധിയാ, എന്ത് കളത്തിലും കാണിച്ചാലും കണ്ടുപിടിക്കും. നീ പറ്റിച്ച് ഈ പരുവത്തിലാക്കിയില്ലേ, അതാണ്. അതെന്തേലും ആകട്ടെ. ചെമ്മന് എത്രയായിരുന്നു വില? 450 രൂപ. 400 രൂപയ്ക്ക് നിനക്കായത് കൊണ്ട് തന്നേക്കാം. 1.5 കിലോ 400 എന്തായാലും കുഴപ്പമൊന്നുമില്ല. അമ്പടി 1 കിലോനാണ് 400 രൂപ. നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എനിക്കിപ്പോ ചെമ്മനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അമ്മായി കൊണ്ടുവന്നതാണല്ലോ എന്നാലോചിക്കുമ്പോ. ഇതിന്റെ കയ്യിലാണ് ഇങ്ങനെ ഗുരുട്ട് കുത്തിയിരിക്കണത്, ഇങ്ങനെ കാണിക്കണത്. 390 രൂപ ഉറപ്പിച്ച് 1 കിലോ എടുത്തോ. ആ വലുതില്ലേ അതെല്ലാം നോക്കി എടുക്കണേ. നീ 10 രൂപ അതിലും കുറപ്പിച്ച്. അമ്മയെ വലുതൊക്കെ പെറുക്കി വെക്കും, ഇതെല്ലാം ചെറുതാ. ഇതെല്ലാം ഒരു തരമാണ് കുഞ്ഞെ. അവൻ വലുതാണുള്ളത്. അത് അവക്ക് 1 കിലോ ആയോ? 1 കിലോ. അത് തൂക്കിയില്ലല്ല. 40 എണ്ണമാണ് 1 കിലോ. നിനക്ക് ഒരെണ്ണം കൂടെ ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട്. അമ്മായി ചെമ്മനോടുന്നാ വാങ്ങിച്ച? ഇപ്പൊ അറിഞ്ഞിട്ട് എന്തിന്? നിനക്ക് പോയി എടുക്കാൻ വേണ്ടിയാണോ ഇത്? എടുക്കണ സ്ഥലമൊക്കെ ഉണ്ട്. നിനക്ക് കച്ചവടത്തിന് പോകാനാണോ എന്നെ വെട്ടിച്ച്? ഇത് 400. അമ്മയെ കാണുമ്പോ തന്നാ മതിയെ. ശരി ശരി എന്നാ. ശരി. എവിടെ പോയൊക്കെയായിരുന്നു ഇത്രയും നേരം? അച്ചാമ്മ വിട്ട ബസ്സേ കിട്ടിയില്ലെന്നേ, പിന്നെ നടന്നു പോകും. അല്ല മോള്, ഞാൻ പോയപ്പോ തൊട്ട് പൈപ്പ് തുറന്ന് വെള്ളം കളയണല്ലേ, അതേ ഓളഞ്ഞ് നിറഞ്ഞു. ഇതുവരെ ചട്ടി കൈ കഴിഞ്ഞില്ലേ? നീ ആരോ എൻ്റെ അമ്മായിയമ്മ? അമ്മായിയമ്മേനെ കാണായിരുന്നു. എല്ലാത്തിനും ഞാൻ പകരം വീട്ടിൽ. ബാക്കി 100 രൂപ ഇവിടെ വെക്കണുണ്ട് കേട്ടോ അച്ചാമ്മ. 2000 രൂപ എന്നിട്ട് ബാക്കി 100 രൂപ. ഇതെന്നാ മേടിച്ച്? സാധനം വാങ്ങിച്ച് വിറകിന് പൈസയൊക്കെ കൊടുത്ത്. ഈ കാരച്ചമ്മ മേടിക്കാൻ ഇതാര് പറഞ്ഞു? വിലക്കുറവായിരുന്നു. കാരച്ചമ്മിന വിലക്കുറവാ? ചെറിയ ചെമ്മീനല്ലേ. പിന്നെ സരസ്വമായി അവിടെ നിപ്പുണ്ടായിരുന്നു. സരസ്വമായി വില കുറച്ച. നീ കുറച്ചല്ല സരസ്വമായി കുറച്ച? സരസ്വമായി ഒരു 350 രൂപ പറഞ്ഞു. ഞാനൊരു 250 രൂപ വാങ്ങിച്ചു. നീ എന്തൊരു ദുഷ്ടേടി, നിനക്ക് കണ്ണിച്ചോരണ്ട. ആ പാമ്പിടിച്ച അമ്മായി അവിടെ നിന്ന് ആ സാധനവും ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് 350 പറഞ്ഞ സാധനം 250 രൂപ. നീ എന്താടി, എനിക്കൊരു 260 രൂപ കൊടുക്കാൻ മേലെ കണ്ണിച്ചോരയില്ലാത്തത്. ഇപ്പൊ 10 രൂപ കൂട്ടി കൊടുക്കാനാണ് ഈ 1000 രൂപയുടെ അഭിനയിച്ചത്. പറച്ചിലേട്ടപ്പോ ഞാൻ ഓർത്തല്ല മാത്രത്തെ രേസ് ചെയ്യുന്നു. ഏത് രേസെങ്കിലും ആട്ടാ, വിറയിൻ്റെ ഒക്കെ കണക്ക് പറ. എന്താ കണക്കില്ലേ? 983 രൂപ വിറകെടുത്തതിനും പിന്നെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ അതിനും കൂടിയായ. പിന്നെ പച്ചക്കറി വാങ്ങിച്ച ജംഗ്ഷൻ്റെ കിഴക്കുള്ള പച്ചക്കറി കടയില്ലേ, അവിടെ നിന്നാണ്. അവിടെ നിന്ന് 164 രൂപ. പിന്നെ എണ്ണയും മുളക് പൊടിയൊക്കെ വാങ്ങിച്ച അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള കടയിൽ അവിടെ നിന്ന് അത് 338 രൂപ. പിന്നെ ചെമ്മീൻ വാങ്ങിച്ചത് 250 രൂപ. 164. 983. 368. അപ്പൊ നീ പോണ കടയിലോ നീ പൂജ ഉണ്ടായില്ല? എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഇന്നത്തോട്ട് പൂജയ്ക്ക് ഇടുന്ന കടയിൽ പോയി വാങ്ങിക്കാം. 100 രൂപക്ക് തക്കാളി, 100 രൂപക്ക് പച്ചമുളക്, 100 രൂപക്ക് വെളിച്ചെണ്ണ, അങ്ങനെ വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ ഇഷ്ടംപോലെ പൂജയും കിട്ടുമല്ലോ, പോരെ? അങ്ങനെ എല്ലാം കൂടി കൂട്ടി 1885 രൂപ. എന്റെ അച്ഛമ്മ 1885. കടയില് വരെ മനക്കണക്ക് കൂടുന്ന അച്ഛമ്മക്കാണ് ഇത് വലിയ പാട്. അതെനിക്ക് മനസ്സിലായി. 1888 എനിക്ക് മനസ്സിലായി. ഒരു 15 രൂപയുടെ കുറവല്ലേ ഉള്ളു, അത് ഞാൻ തന്നേക്കാം. അതാണ് ഞാനും പറഞ്ഞത്, പിന്നെയും കാശ് കാണാനുണ്ടായിരുന്നു. ഇപ്പൊ ശരിയായി.
ഓ വിറകിനൊക്കെ ഇട്ട് തീ വലിയ. എന്തായാലും ഞായറാഴ്ച ഇറച്ചി വാങ്ങണം. അപ്പം ആ പൈസ പോലും ആയിട്ടില്ലല്ലോ. ഇതാകുമ്പോൾ മറ്റേ കപ്പയിട്ട് ഒഴിച്ചാൽ നല്ല രസമായിരിക്കും. നേരം വെളുക്കുമ്പോൾ ഇറങ്ങും ഏതടുക്കളയിൽ നിന്നാണ് നല്ല മണം കിട്ടണമെന്ന്. പിന്നെ അത് അനുസരിച്ചാണ് അവളുടെ സാധനം മേടിക്കുന്നത്. കപ്പയും കരച്ചമ്മനും അച്ചമ്മ കഴിച്ചിട്ടുണ്ടോ? സീനായിരിക്കും. ഇതാര് പറഞ്ഞിപ്പോൾ? ആരും പറഞ്ഞൊന്നുമല്ല, കഴിക്കാൻ തോന്നി. എന്നാൽ അവിടെ കിടന്നേ കുഴയാണ്ട് പോയി കപ്പ പൊളിക്കും. രണ്ട് അവിടെ ഇരുന്നത് കുഴഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കപ്പ കുഴയാകിയാൽ. ഇതെന്തുവാണ് അച്ഛമ്മ മനുഷ്യനെ കൊല്ലുക? ഇത്ര നേരം സവാള അരിഞ്ഞ എൻ്റെ എപ്പോഴേ പോകെ കത്താത്തതിന് ഞാനെന്ത് ചെയ്യാനും? അച്ഛാമ്മേ, അച്ഛമ്മയുടെ കുടുംബശ്രീ മീറ്റിംഗ് എന്നാ? ഇന്നാണ്. ഇന്നാ? അപ്പൊ ഇന്ന് പോണില്ലേ? ഞാൻ പോണേ. അയ്യോ, ഇപ്പൊ കണക്കാരെഴുതും. ഇനി ചെല്ലുമ്പോൾ എഴുതാം. ഞാനേ അച്ഛമ്മയുടെ കുടുംബശ്രീയിൽ ചേർന്നാലോ എന്നല്ലെങ്കിൽ. അല്ല, അച്ഛമ്മയാണല്ലോ അവിടുത്തെ ക്യാഷർ. അപ്പൊ എനിക്ക് കണക്കും പഠിക്കാം, അച്ഛമ്മേനെ സഹായിക്കുകയും ചെയ്യാമല്ലോ. അവിടെ അധികം വലിയ കണക്കൊന്നുമില്ല. 50-ന്റെ 100-ന്റെ കണക്ക് ഞാൻ ആലോചിക്കാം. അച്ഛമ്മത് ഇത്രയും പൊടിഞ്ഞാ പോരെ? മതി, എൻ്റെ കയ്യിലൊടിഞ്ഞു പോകും. ഇങ്ങോട്ട് തന്നെ കയ്യിൽ കൂടി പണിയെടുക്കാനും സമ്മതിക്കുമല്ലോ. കയ്യിൽ ഇളക്കങ്ങാട് മനുഷ്യൻ്റെ ഒരം വേദന എടുക്കണം. ഓരോ പണിയും കണ്ട് വെക്കും വരും. എന്നിട്ട് ഇളക്കങ്ങാട്ട്. ഞാൻ നല്ലോണം പൊടിച്ചത് കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അല്ലാണ്ട് കപ്പ ഞാൻ വേവിച്ചത് കൊണ്ടല്ല. അന്നാ ഇത് പറഞ്ഞെങ്കിൽ ഞാൻ കപ്പ വേവിക്കാതെ ഒന്ന് പൊടിച്ചു തരാൻ പറഞ്ഞു. ഒരു ഞായറാഴ്ച പോലും സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയത്. ചമ പെട്ടെന്ന് ഉണ്ടാക്കാഞ്ഞിട്ടല്ല, ചമ എൻ്റെ കുറ്റം പറഞ്ഞിരിക്കണേല്. അതെങ്ങനെയാണ്? എടുക്കാപ്പുറത്ത് സാധനം ഉണ്ടാക്കി കൊടുക്കാനല്ലേ നീ വന്നത്. പിന്നെ എങ്ങനെ? എന്നാലും എന്ത് വൈകിട്ട് ചായയും കൂടി ആയിട്ട് കുടിക്കാമല്ലോ. കുറച്ച് നേരത്തെ ഫുഡല്ല. ആ ശരി. ചോറ് ഒന്നില്ല മണ്ടക്കിടുക. കട്ടൻ ചായയും കാരിച്ചെമ്പിനും കപ്പയും എല്ലാം കഴിച്ചാൽ അമ്മുനെ വിളിച്ച് കുറച്ച് കൊടുക്കായിരുന്നല്ലേ? എന്നാ കൊച്ചിനെയും കൂടി വിളിച്ച് കുറച്ചെടുത്ത് കൊടുക്ക്.